ഇന്ന് നമുക്ക് നമ്മുടെ കഞ്ഞിയുടെ കൂടെയൊക്കെ കഴിക്കുമോ? കഞ്ഞിന്ന് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഈ ഒരു ചൂട് സമയത്ത് ആർക്കും അത്ര ഫുഡിനോടൊന്നും അത്ര വലിയ താല്പര്യം ഉണ്ടാവില്ല. അധികം ഒരു ഈ ഗോതമ്പ് കഞ്ഞി ആയാലും അതല്ലാതെ ഏഹ്, എന്താ പറയുക, മിക്കവരും കഞ്ഞിയാണ് കുടിക്കുന്നത്. കാരണം ഫുഡ് കഴിക്കാനായിട്ട് അത്ര താല്പര്യം ആർക്കും ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അപ്പം നമുക്ക് കഞ്ഞിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു സൈഡ് ഡിഷാണ് ഇത്. പച്ചക്കായ വെച്ചിട്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അത് നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി വന്നതിന് ശേഷം കറിവേപ്പിലയും വറ്റൽമുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് അതിലേക്ക് ഞാൻ തേങ്ങ, ഇഞ്ചി, സോറി, ഇഞ്ചി, ഒരു ചെറിയ കഷ്ണം സവാള, പച്ചമുളക്, ചെറിയ ജീരകം, കറിവേപ്പില ഇതൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് അതും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ പച്ചമണമൊക്കെ ഒരു റോ മണം ഉണ്ടാവില്ല, അത് മാറി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ പച്ചക്കായ ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് ഉപ്പും ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റും. എന്നിട്ട് നമുക്കിതിലേക്ക് ഈ ഒരു തേങ്ങയുടെ കൂട്ടിലേക്ക് ഇതിട്ട് കൊടുക്കാം കേട്ടോ. തീ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് ഇളക്കി 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 എല്ലാം ഭാഗത്തേക്ക് എത്തുന്ന രീതിയിൽ നമുക്ക് എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് അടച്ചു വെക്കുക. ഏറ്റവും സിമ്മിലിട്ടിട്ട് അടച്ചു വെക്കുക. ഈ ഒരു ടൈമിൽ ഉപ്പ് നോക്കുക. നമ്മൾ കായ വേവിക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ നോക്കുക. പിന്നെ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾ വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യാം, വേറെ ഒന്നും യൂസ് ചെയ്യരുത് കേട്ടോ. എന്നാൽ ആ ഒരു നാടൻ സ്മെല്ലൊക്കെ വരത്തുള്ളൂ. അപ്പോൾ കഞ്ഞിയുടെ കൂടെ, കഞ്ഞിയാണ് കഴിക്കുന്നവരാണെങ്കിൽ പ്രത്യേകിച്ച് ഇതൊന്നും ഉണ്ടാക്കിയിട്ട് അതിൻ്റെ കൂടെ ഒന്ന് കഴിച്ചു നോക്കൂ കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ഇച്ചിരി നെല്ലിക്കച്ചാറോ മാങ്ങച്ചാറോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്നും കൂടെ ബെറ്റർ ആയിരിക്കും. ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.